2026 എന്ന പുതിയ വർഷം വന്നിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നമുക്ക് ഒരുപാടധികം പരീക്ഷകൾ 2026 നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ 2026 പ്രധാനപ്പെട്ട PSC പരീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ വാർഷിക കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഏതേത് പരീക്ഷകൾ ഏതൊക്കെ മാസങ്ങളിലായിരിക്കും വരുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി എന്നറിയാം. വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ 2026 നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ നമുക്ക് ജനുവരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പരീക്ഷ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അല്ലേ? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പരീക്ഷ നടക്കാൻ പോകുന്നത് 2026 ജനുവരി മാസത്തിലാണ്. ജനുവരിയിലെയും ഫെബ്രുവരിയിലെയും മാർച്ചിലെയും ഡീറ്റെയിൽഡ് എക്സാം കലണ്ടർ ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസത്തിലെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ജനുവരി 24-ാം തീയതിയാണ് കേട്ടോ. ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് അനുസരിച്ച് ജനുവരി 24-ാം തീയതിയാണ് APO ഫീമെയിൽ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സോ അത് ഓർത്ത് വെച്ചോളുക. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ എക്സാമിന് അപ്ലൈ ചെയ്തവരെല്ലാം ജനുവരി 24 എക്സാം ആണെന്ന് ഒന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ തന്നതാണ്. ഇനി APO മെയിൽ എക്സാം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പിന്നീടാണ് അല്ലേ? രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. APO മെയിലിന്റെ എക്സാം ഏകദേശം ഏപ്രിലിനും ജൂണിനും ഇടയിലായിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഇനി സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ വരുന്നത് മെയ്ക്കും ജൂലൈക്കും ഇടയിലായിരിക്കും. ഏകദേശം മെയ് മാസത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി സിവിൽ പോലീസ് ഓഫീസർ, വുമൻ സിവിൽ പോലീസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനി ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള പരീക്ഷയും CPO WCPO പരീക്ഷകളും ജൂണിനും ഓഗസ്റ്റിനും ഇടയിലായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഈ പറയുന്നതെല്ലാം സിംഗിൾ ടയർ എക്സാമുകളാണ്, അതായത് ഒറ്റത്തവണ പരീക്ഷകളാണ്. നമുക്കറിയാം നമ്മുടെ ഫോഴ്സ് ലെവൽ പരീക്ഷകളൊക്കെ ഒറ്റത്തവണ പരീക്ഷകളാണ്, ഒറ്റ ഘട്ടമായിട്ടാണ് നടക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ എക്സാമുകളെല്ലാം ഒരു ഘട്ടം മാത്രമായിട്ടാണ്. സോ ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ നിങ്ങളതൊരു മുൻധാരണ വെച്ചിട്ടിരിക്കുക. ഒറ്റ പരീക്ഷ എഴുതി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് പറ്റും. സോ നമ്മുടെ CPO WCPO പരീക്ഷകൾ, CPO ഒക്കെ അറിയാമല്ലോ, ഒരുപാട് പേര് പരീക്ഷ എഴുതുന്നതും ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ വരുന്നതും പെട്ടെന്ന് തന്നെ അഡ്വൈസ് കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു പോസ്റ്റാണ് CPO. ഒരു മാസ് അഡ്വൈസ് ഒന്നിച്ചു വരുന്ന ഒരു പോസ്റ്റാണ് CPO WCPO എന്നൊക്കെ പറയുന്നത്. സോ ജൂണിനും ഓഗസ്റ്റിനും ഇടയിലായിരിക്കും. ജൂണിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പരീക്ഷ എന്നുള്ള രീതിയിൽ പഠിച്ചോളുക. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. നമ്മൾ പറഞ്ഞു ഡ്രൈവറുടെ എക്സാം നടക്കുന്നത് ജൂണിനും ഓഗസ്റ്റിനും ഇടയിലാണെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, അതായത് ഫയർമാൻ പോസ്റ്റിലേക്ക്, നമ്മളതിനെ ചുരുക്കി ഫയർമാൻ എന്ന് പറയും അല്ലേ, ഫയർമാൻ ഒരു പോസ്റ്റിലേക്കുള്ള പരീക്ഷ നടക്കുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിട്ടാണ്. ഫയർമാൻ്റെ പരീക്ഷ വരുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിട്ടാണ് എന്ന് ആലോചിക്കുക. ഇനി വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നോ? വന്നടാ, നമ്മുടെ ബെഫ്കോ LD ഒക്കെ കൂട്ടത്തിൽ ഡിസംബർ 30-ാം തീയതി വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 4-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളുക. കണ്ണൂർ, കോഴിക്കോട് മുതലായിട്ടുള്ള 1-2 ജില്ലകളിലേക്ക് വേണ്ടി മാത്രം വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണിത്. സോ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക. വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിരിക്കും അതിൻ്റെയും ഒരു പരീക്ഷ. മിക്കവാറും ഫയർമാൻ ഫയർ വുമൺ പരീക്ഷകൾ ഒന്നിച്ച് ഒറ്റ എക്സാമായിട്ട്, സിംഗിൾ എക്സാമായിട്ട് നടത്താൻ തന്നെയാണ് സാധ്യത. പിന്നെയാണ് LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ 30-ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ LD ടൈപ്പിസ്റ്റിൻ്റെ ഒരു എക്സാം വരുന്നത് ഒക്ടോബറിനും നവംബറിനും ഇടയിലാണ്. നല്ല സമയമുണ്ട്. അതായത് 2025 ഡിസംബർ 30-നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 2026 ഒക്ടോബറിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഏകദേശം 10 മാസത്തോളം നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റിനൊക്കെ അപേക്ഷിച്ചവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഒക്ടോബറിലാണ് എക്സാം എഴുതി നമ്മൾ സെറ്റായിരിക്കും, നമ്മുടെ കരിയർ സെറ്റാക്കിയിരിക്കും. ഇനി
നമ്മൾ കാത്തിരുന്ന പരീക്ഷ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലേ, VFAയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയം തൊട്ടേ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് ഒറ്റ പരീക്ഷയായിരിക്കുമോ, പ്രിലിംസ് ഉണ്ടോ, മെയിൻസ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ആശങ്കപ്പെട്ടിരിക്കുന്നു. ഇനി ആശങ്കകൾക്കൊക്കെ വിരാമമാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കുന്നത് ഒറ്റഘട്ടമായിട്ടായിരിക്കും. നമുക്കറിയാം ജില്ലാതലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സോ അത് ഒറ്റത്തവണ പരീക്ഷയാണ്, ഒറ്റഘട്ടമാണ്, പ്രിലിംസ് മെയിൻസ് എന്നില്ല. VFAയുടെ പരീക്ഷ വരാൻ പോകുന്നത് സെപ്റ്റംബറിനും നവംബറിനും ഇടയിലായിരിക്കും. നമുക്ക് സെപ്റ്റംബർ എന്ന് തന്നെ കരുതാം കേട്ടോ. VFAയുടെ എക്സാം സെപ്റ്റംബറിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. സെപ്റ്റംബറിനും നവംബറിനും ഇടയിലായിരിക്കാം വരാൻ സാധ്യത എന്നാണ് PSC നമ്മളോട് വാർഷിക കലണ്ടറിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഈ 8 പരീക്ഷകളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫോഴ്സ് ലെവൽ പരീക്ഷകളും പിന്നെ നമ്മുടെ VFA LD ടൈപ്പിസ്റ്റ്, ഇത്രയും പരീക്ഷകളാണ് ഒറ്റത്തവണ പരീക്ഷയായിട്ട് 2026 PSC നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി 2 ഘട്ടമായി നടത്തുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ അല്ലേ, 2 ടയർ എക്സാംസ്, 2 ഘട്ട പരീക്ഷകൾ, പ്രിലിംസും മെയിൻസുമായിട്ട് വരുന്ന പരീക്ഷകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് തന്നെയാണ്, ഡിഗ്രി പരീക്ഷകൾ തന്നെയാണ്. ഡിഗ്രി ലെവലിലേക്ക് ഏകദേശം 21 പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയാണ് 2026 PSC നടത്താനായിട്ട് പോകുന്നത്. പ്രിലിംസും മെയിൻസും 2026 തന്നെ നടത്തുന്നുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസ് വരുന്നത് മെയ്ക്കും ജൂലൈക്കും ഇടയിലാണ്. മാർച്ച് വരെയുള്ള എക്സാം കാലണ്ടർ ഓൾറെഡി PSC തന്നപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. മാർച്ചിൽ എന്തില്ല, ഡിഗ്രി പ്രിലിംസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഏപ്രിലേക്ക് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷെ ഉണ്ടാവില്ല. മെയ്ക്കും ജൂലൈക്കും ഇടയിലായിട്ടായിരിക്കും ഡിഗ്രി പ്രിലിംസ് നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ 1ഓ 2ഓ ഘട്ടമായിട്ടായിരിക്കും ഡിഗ്രി പ്രിലിംസും നടത്താൻ സാധ്യത എന്ന് മനസ്സിലാക്കുക. എന്തായാലും മെയ് മാസത്തിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഡിഗ്രി മെയിൻസ് നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും സമയമില്ലടാ, ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിൽ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, മെയ് മാസത്തിൽ പ്രിലിംസ് നടക്കുകയാണെങ്കിൽ മെയിൻസ് വരുന്നത് ഓഗസ്റ്റിലാണ്. അതായത് ഏകദേശം 3 മാസം, പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസ് നമുക്കൊരു 3 മാസമേ ഉള്ളൂ. ആ 3 മാസം കൊണ്ട് വേണം നമ്മൾ മെയിൻസിനൂടെ വേണ്ടിയിട്ട് പരിശീലിക്കാൻ. സോ എപ്പോഴും പറയുന്നത് പോലെ മനസ്സിലാക്കുക, പ്രിലിംസും മെയിൻസിനും ഇടയിൽ സമയമില്ലാത്തത് കൊണ്ട് തന്നെ മെയിൻസിനെ ലക്ഷ്യമാക്കി വേണം നിങ്ങൾ പഠനം തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിനെ ലക്ഷ്യമാക്കി തന്നെ പഠിക്കുക, പ്രിലിംസിന് വേണ്ടി മാത്രം പഠിക്കരുത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, മെയിൻസിൻ്റെ സിലബസ് വന്നിട്ടില്ലല്ലോ, പ്രിലിംസിൻ്റെ സിലബസ് മാത്രമല്ലേ നമ്മുടെ പക്കലുള്ളൂ എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, പ്രിലിംസിൽ ഉള്ള കുറേ ടോപ്പിക്കുകൾ അതേപടി മെയിൻസിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ GKയുടെ ടോപ്പിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, സ്പോർട്സ്, ഇതൊക്കെ, എക്കണോമിക്സ്, പൊളിറ്റി, ഇതെല്ലാം എന്താണ്, ആവർത്തിക്കുന്ന ടോപ്പിക്കുകളാണ്. പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ ആവർത്തിക്കുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസ് ഓറിയൻറ്റഡ് ആയി തന്നെ പഠിച്ചു പോവുക. ഇനി അഡീഷൻസ് വരുന്നത് മാത്രം നമുക്ക് നോക്കിയാൽ മതി, അത് നോക്കാനായിട്ട് ഒരു 3 മാസം ധാരാളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മെയിൻസ് ഓറിയൻറ്റഡ് ആയി തന്നെ പഠിക്കുക. GK, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ മെയിൻസിനെ ലക്ഷ്യമാക്കി തന്നെ പഠിക്കുക. നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രമേ പ്രിലിംസും മെയിൻസും തമ്മിൽ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ വ്യത്യാസം വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് 2 ഘട്ടങ്ങളായിട്ട് നടക്കാനുള്ള സാധ്യതയുള്ളത്. സോ ഡിഗ്രി പ്രിലിംസും മെയിൻസും വരുന്നത് ഈ സമയങ്ങളിലാണ്. ഇനി 10th ലെവൽ പ്രിലിംസ് അല്ലേ, നമ്മൾ 2 പരീക്ഷകളാണ്, 2 തലത്തിൽ നിൽക്കുന്ന പരീക്ഷകളാണ് പ്രിലിംസും മെയിൻസുമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിഗ്രി ലെവലും 10th ലെവലുമാണ്. അപ്പോൾ 10th ലെവൽ പരീക്ഷകളിൽ അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാമോ? ഒന്ന് കമ്പനി ബോർഡ് LGS, നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 423/2025 ആയിരുന്നു. അതോടൊപ്പം ബെഫ്കോ LDയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30-നാണ് വന്നത്. ഫെബ്രുവരി 4-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സമയമുണ്ട്. സോ അതും അപേക്ഷിച്ചോളുക. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളാണ് കമ്പനി ബോർഡ് LGSും ബെഫ്കോ LDയും. അതോടൊപ്പം തന്നെ ബെഫ്കോ LDയുടെ കൂടെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. KTDC, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സ്റ്റോർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബെഫ്കോ LDയോടൊപ്പം വന്ന നോട്ടിഫിക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 618/2025 ആണ്. അതിൻ്റെയും അവസാന തീയതി എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 4 കേട്ടോ. ബെഫ്കോ LDക്കും സ്റ്റോർമാനും വേണ്ടിയിട്ട് അപേക്ഷിക്കാനുള്ളത് ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ്. സോ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ അപേക്ഷിച്ചോളുക. കാറ്റഗറി നമ്പർ 618/2025 619/2025 ആണ് കേട്ടോ.
അപ്പോൾ കമ്പനി ബോർഡ് LGSും ബെഫ്കോ LDയും അതുപോലെ തന്നെ KTDC സ്റ്റോർമാനുമാണ് 10th ലെവൽ പരീക്ഷകളായിട്ട് 2026 നമ്മളെ കാത്തിരിക്കുന്നത്. 10th ലെവൽ പ്രിലിംസ് വരാൻ പോകുന്നത് ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലായിരിക്കും. അതായത് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എന്തുകൊണ്ട് 10th പ്രിലിംസും ഉണ്ട്. ഇനി മെയിൻസ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബറിനും ഡിസംബറിനും ഇടയിലായിരിക്കും. 10th ലെവൽ മെയിൻസ് വരാൻ പോകുന്നത് ഒക്ടോബറിനും ഡിസംബറിനും ഇടയിലായിരിക്കും. അതായത് നമ്മുടെ VFA ഒക്കെ അങ്ങോട്ട് പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ 10th ലെവൽ മെയിൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതിനകത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പക്ഷേ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ രീതിയിൽ നിങ്ങൾ അതായത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ മെയിൽ വരുന്ന ഡിഗ്രി പ്രിലിംസ് തൊട്ട് ഇങ്ങ് നമുക്കൊരു ഒക്ടോബറിന് ശേഷം വരുന്ന 10th മെയിൻസ് വരെ എഴുതാൻ പാകത്തിന് ഒരൊറ്റ ഫ്ലോയിൽ നമുക്കങ്ങ് പോകാം. ചുരുക്കി പറഞ്ഞാൽ 2026 എല്ലാ മാസവും നമ്മൾ പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ മാസങ്ങളിലും നമുക്ക് പരീക്ഷയുണ്ട്. ഇടയ്ക്ക് ഒരു 1-2 മാസത്തിൻ്റെ ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ എല്ലാ മാസങ്ങളിലും പരീക്ഷയുണ്ട്. നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. നമ്മൾ കാത്തിരുന്ന പല ഗോൾഡൻ പോസ്റ്റുകളും ഇക്കൂട്ടത്തിലുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, ഇപ്പോൾ LD ടൈപ്പിസ്റ്റ്, ഇപ്പോൾ നമ്മൾ ടൈപ്പിസ്റ്റിൻ്റെ യോഗ്യതയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ LD ടൈപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാത്തിരുന്നവർ. പിന്നെ ഫോഴ്സ് ലെവൽ പോസ്റ്റുകളൊക്കെ എല്ലാം വന്നിട്ടുണ്ട്. SI എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, SBCID, ഇങ്ങനെ ഇഷ്ടംമാതിരി പോസ്റ്റുകൾ 2025 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. 26 ഇതിൻ്റെ ഒക്കെ പരീക്ഷകൾ നടക്കുകയാണ്. സോ നിങ്ങൾ ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ളത് കേട്ടോ, ഡിഗ്രി ലെവൽ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകളുണ്ട്. സോ 2026 നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നല്ല നല്ല അവസരങ്ങളുടെ വർഷമാണ്. പരീക്ഷാ കാലമാണ്. കൊണ്ടുപിടിച്ച പരീക്ഷാ ചൂട് നിങ്ങളിലേക്ക് എത്തട്ടെ. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. പഠിക്കാൻ ഇനി എന്ത് സംശയങ്ങളും അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതിൻ്റെ ഡൗട്ടുകളൊക്കെയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എല്ലാ പരീക്ഷകളുടെയും സിലബസിനെ കുറിച്ചും ഏത് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം, ഏത് സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. എല്ലാ പരീക്ഷകളുടെയും സ്റ്റഡി പ്ലാനുകളും മുൻവർഷ കട്ട് ഓഫിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കയറി നോക്കാം. കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റുകൾക്കുണ്ട്. നമ്മുടെ ലക്ഷ്മി മിസ്സിൻ്റെയും പ്രദീപ് സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനി നമ്മുടെ ആപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിലും നമ്മുടെ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളുടെ കുറെ കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ക്ലാസ്സുകൾ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആപ്പിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അന്വേഷിച്ച് നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ അന്വേഷിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ 2026 എപ്പോഴും പറയുന്നത് പോലെ പുതിയ വർഷമാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് ജനുവരി 2 ആയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ വരുന്നു. അടിപൊളിയായിട്ട് പഠിച്ചോളുക. ഒരു ടെൻഷനും വേണ്ട. നമ്മുടെ വർഷമാണ്. നമ്മളിത് നേടുമെന്ന് ഉറപ്പിച്ചോളുക. വൺസ് അഗെയിൻ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്